ഈ ജട്ടിയോട് എന്താണ് ഇത്ര പ്രേമം താങ്കൾക്ക്? അയ്യോ അങ്ങനെ ഒരു സാധനമുണ്ടോ? ആളുകൾ പറയുന്നുണ്ടല്ലോ. ഞാൻ ജട്ടി വലുതായിട്ട് ഉപയോഗിക്കുന്ന ആളുപോലുമല്ല. വർഷങ്ങളായിട്ട് ജട്ടി എന്ന് പറയുന്ന സാധനം മേടിച്ചിട്ടുമില്ല. നമുക്ക് ഈ പാൻസ് വീട്ടിൽ ചെന്നാൽ ഊരിയിടുക, എന്നിട്ട് അതിൽ നിൽക്കുക ഫുൾ ടൈം. എവിടെയെങ്കിലും പോകണമെങ്കിൽ ഈ പാൻസ് വലിച്ച് കയറ്റുക. സമൂഹം മ്ലേച്ഛമായി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അയ്യേ എന്ന് പറയുന്ന വേർഡുകൾ താങ്കൾ വീഡിയോസിൽ ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട്, വളരെ സിമ്പിളായി കോമഡി ആയിട്ട്. നിങ്ങൾക്ക് തെറി അറിയാമെങ്കിലല്ലേ മനസ്സിലാവൂ ഞാൻ പറഞ്ഞത് തെറിയാണെന്ന്. അതായത് നിങ്ങൾക്ക് തെറി അറിയാമെന്നല്ലേ എൻ്റെ അർത്ഥം. ഞാൻ തെറി അങ്ങനെ ആരെയും വിളിക്കുന്ന ആളല്ല. ഞാൻ സമൂഹം തെറിയായിട്ട് കാണുന്ന പല വേർഡുകളും ഞാൻ പല സ്പേസിലും ഉപയോഗിക്കും. സ്ത്രീകളുടെ ശരീരഭാഗങ്ങളെയാണല്ലോ കൂടുതലും തെറിയായിട്ട് നമ്മുടെ സമൂഹം ഉപയോഗിക്കുന്നത്. ആരാണോ സ്ത്രീ വിരുദ്ധരായിട്ടുള്ളത് അവർക്ക് കൊള്ളും, അവർക്ക് കൊണ്ട് പ്രൊവോക്ഡ് ആവും. ആ പ്രൊവോക്ഡ് ആവുന്നവർക്ക് വേണ്ടിയാണ് ആ തെറി അവിടെ ഉപയോഗിക്കുന്നത്. ഈ LGBTQIനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇട്ടപ്പോൾ അതിൽ കുറേ പേര് പറഞ്ഞു നിങ്ങളുടെ മക്കള് ഇപ്പോൾ ലെസ്ബിയൻ ആയാൽ അല്ലെ ഗേ ആയാൽ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്തു. അവരുടെ വീട്ടിൽ ഇത് വരികയാണെങ്കിൽ എന്താണെന്ന് പറയുമ്പോൾ അവർ ഇറക്കി വിടുന്ന കാര്യമല്ലേ പറയും. നമ്മളെന്തായാലും ഉൾക്കൊള്ളും, അവരുടെ മക്കളെ നമ്മൾ ഉൾക്കൊള്ളും. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ നാട്ടിൽ ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോന്ന് വെച്ചാൽ എല്ലാവരും പറയും ഇത് ശരിയാണല്ലോ, നമ്മൾ കേട്ടിട്ടില്ല. അത് ഇല്ലാത്തതുകൊണ്ടല്ല, തുറന്നു പറയുന്ന അവസരം ഇല്ല. ഈ ഹൗസ് ഹസ്ബൻഡ്സ് ഇങ്ങനെ കളിയാക്കുന്നുണ്ടല്ലോ. ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷെ സൊസൈറ്റി എന്ത് തിങ്ക് ചെയ്യും നമ്മളെ കളിയാക്കുമ്പോൾ എന്ന് വിചാരിച്ച് ജോലിക്ക് പോകുന്ന ആളുകളുണ്ട്. ഇപ്പൊ എനിക്കറിയാവുന്ന ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാരും ജോലിക്ക് പോകാതെ എന്നെ പോലെ ജീവിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം.